ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് പാലട പായസം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ പായസം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഞാനൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് കുറേ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ കമൻറ്റിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുമ്പോൾ കുക്കറിൽ പാലൊഴിക്കുമ്പോൾ ചിലർക്ക് പിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുക്കർ എടുക്കുമ്പോൾ ചോറ് വയ്ക്കുന്ന കുക്കർ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ 2-3 തവണ നല്ലതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോറ് വയ്ക്കുന്ന കുക്കറാണ്. അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് തിക്കായിട്ടുള്ള പാലെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. 1.5 ലിറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും കുക്കറൊക്കെ എടുക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ളത് എടുക്കാൻ നോക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. അപ്പോൾ പാലട പായസമൊക്കെ ആവുമ്പോൾ കുറച്ച് നല്ല മധുരത്തിൽ കുടിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര ആദ്യമേ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/4 കപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോഴാണ് നല്ല കറക്റ്റ് മധുരം കിട്ടുന്നത് കേട്ടോ. ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഈ പാലൊന്ന് തിളച്ച് വരണം. പാലിപ്പോൾ നന്നായിട്ട് അതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വയ്ക്കാം കേട്ടോ. ഇനി ഒരുപാട് തിളപ്പിക്കണ്ട. നമ്മൾ കുക്കർ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ നന്നായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുക്കർ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ പ്രഷർ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ പാലിന് നല്ലൊരു പിങ്കിഷ് കളർ കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 40 മിനിറ്റ് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെക്കണ്ട. പിന്നെ ചിലർ ചോദിച്ച ഡൗട്ടാണ് പാലിത് അതുപോലെ തിളച്ച് വെളിയിലേക്ക് പോവില്ലേന്ന്. അങ്ങനെ തിളച്ചൊന്നും വെളിയിലേക്ക് പോവില്ല. 1-2 വിസിലൊക്കെ അടിക്കും. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അഥവാ നിങ്ങൾക്ക് കൂടുതലായി തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഓൺ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് അട വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ 1 കപ്പ് അടയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1-2 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരമണിക്കൂറൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അട നല്ലതുപോലെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പാല് വെച്ചിട്ട് നമ്മൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ജസ്റ്റ് തുറന്ന് നോക്കാം കേട്ടോ എങ്ങനെയാണ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നല്ലതുപോലെ പിങ്കിഷ് കളർ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നുള്ളൂ. അപ്പോൾ പാല് നല്ലതുപോലെ തിളച്ചത് കൊണ്ടാണ് ഈ സൈഡ്സിലൊക്കെ ഇതുപോലെ പാടയൊക്കെ പറ്റി പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇടണ്ട. പകരം നമുക്കൊരു കയ്യിൽ വെച്ച് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അതാണ് ഒന്നുകൂടെ ഒന്ന് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നല്ല പിങ്ക് കളർ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് 45 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കൂടുതൽ സമയം വേണമെങ്കിൽ നമുക്ക് വെക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാല് കുറുകി കിട്ടും. അപ്പോൾ നമ്മുടെ അട ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമെല്ലാം നല്ലതുപോലെ കളഞ്ഞെടുത്തതിന് ശേഷം 1-2 തവണ നമുക്ക് നല്ലതുപോലെ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാനായിട്ടാണേ. അതിനുശേഷം നമ്മൾ പാലിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നമുക്കിതുപോലെ നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു അട നമ്മുടെ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഏകദേശം ഇതാ അപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കുറുക്കിയെടുക്കരുത്. കാരണം നമ്മൾ തണുക്കുമ്പോഴേക്ക് പായസം കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി എങ്ങനെയാണോ ആവശ്യം അതുപോലെ ചെയ്തെടുത്താൽ മതിയേ. ഇതിപ്പോൾ ഏകദേശം എൻ്റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇറക്കി വെക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരും. ഇനി നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഒരു പീസ് ബട്ടർ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പാലട പായസമാണ്. പഞ്ചസാര ക്യാരമൽ ചെയ്യാണ്ട് എങ്ങനെ പിങ്ക് കളർ വരുന്നതാണ് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ എങ്ങനെയാണ് പിങ്ക് കളർ വന്നതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ അല്ലേ, അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്